30 വർഷമായി തങ്ങളെ വീടില്ലാഞ്ഞിട്ട് ഇപ്പൊ റാഹത്തായ ഒരു വീടായി. ഈ ഒരു അമല് ചെയ്തിട്ട് ധാരാളം ആളുകൾക്കാണ് വീട് സംബന്ധമായ പ്രയാസങ്ങൾ തീർന്ന് അതിന്റെ തടസ്സങ്ങൾ തീർന്ന് വീടായവർ. കഷ്ണം കമ്പി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വീടെന്ന സ്വപ്നം അത് നിറവേറും. ഇങ്ങനെ ഈ ഒരു അമല് ചെയ്താൽ വീടെന്നൊരു സ്വപ്നം നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ സങ്കടം പറയുന്ന ഒരു പ്രയാസമാണ്. തങ്ങളെ ധാരാളം വർഷമായിട്ട് വീടില്ലാതെ കോട്ടേഴ്സിലാണ്, വാടക വീട്ടിലാണ്. ഒരു വീടെന്ന സ്വപ്നം നിറവേറി കിട്ടണം. തങ്ങളെ തറയിട്ടിട്ടുണ്ട്, ഭൂമിയുണ്ട്, അവിടെ വീട് കയറ്റാൻ സാധ്യമാകുന്നില്ല. എന്തോ ഒരു തടസ്സം. അതിനുള്ള ക്യാഷ് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ അതിലേക്കൊന്നും അടുക്കുന്നില്ല. എന്തോ ഒരു പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ട് ആ ഭൂമിക്കുണ്ടോ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. എന്തെങ്കിലും കണ്ണേറിന്റെ പ്രയാസങ്ങൾ ആ ഭൂമിക്കുണ്ടോ? അല്ലെങ്കിൽ ശാപത്തിന്റെ ഭൂമിയാണോ? അല്ലെങ്കിൽ പ്രാക്ക് തട്ടിയ ഭൂമിയാണോ എന്നൊക്കെ ഞങ്ങൾക്കൊന്ന് അറിയണമായിരുന്നു. അതെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ നീങ്ങേണ്ട അമലൊന്ന് പറഞ്ഞു തരുമോ? ഞങ്ങൾക്ക് വീടെടുക്കാൻ കഴിയുന്നില്ല, നല്ല തടസ്സം ആ ഭൂമിക്കുണ്ട്. ഞങ്ങൾ തറട്ടിട്ടാണെങ്കിലോ 5 വർഷമായി 6 വർഷമായി അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. തറമ്പിൽ പുല്ല് മുളക്കാൻ തുടങ്ങി, കാടായി, അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. ഇങ്ങനെ സങ്കടം പറയുന്നവർ, ഒരു വീടെന്ന സ്വപ്നം നിറവേറാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ. തങ്ങളെ വാടക കൊടുത്തും മടുത്ത് മഴ വന്നാൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ്. ഇതെല്ലാം ഞങ്ങളെ തലയിലേക്ക് പൊളിഞ്ഞു വീഴോ എന്ന് പോലും സംശയമുണ്ട്. ഞങ്ങളും ഞങ്ങളെ പൈത മക്കളാണ് അവിടെ താമസിക്കുന്നത്. വലിയ പ്രയാസമുണ്ട്, വലിയ ബുദ്ധിമുട്ടുണ്ട്. ഒരു ഹൈറായൊരു ഭവനം എല്ലാവരും കൊതിക്കുന്നതും അത് തന്നെയാണ്. ഒരു നല്ലൊരു ഭവനം, നല്ലൊരു കൂര ആഗ്രഹിക്കാത്തവരാരുമില്ല. ഒരാളുടെ സ്വപ്നമാണത്, ഒരാളുടെ സ്വപ്നമാണ് നല്ലൊരു കൂര, നല്ലൊരു ഭവനം, ഒരു നല്ല മസ്കൻ ആഗ്രഹിക്കാത്തവരാരുമില്ല. ഇൻഷാ അല്ലാഹ് അത് നിറവേറാൻ പറ്റിയ അത്ഭുതകരമായിട്ടുള്ള അമല് ധാരാളം ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് റിസൾട്ട് ലഭിച്ച മുജറബായിട്ടുള്ള ഒരു അമലാണ്. എല്ലാവരും ചെയ്യുക. ഇത്തരം പ്രയാസമുള്ള ആളുകൾ, വീടില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് നമ്മൾ സമീപിക്കുന്നവർ. അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വലിയ ഫലം കണ്ട അമലാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നമ്മളെ മജ്ലിസ് കണ്ടുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഇത്തരം ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പൈശാചികമായ പ്രയാസങ്ങളിലാണ് ഞങ്ങൾ ജീവിതം തള്ളി നീക്കുന്നത്. സിഹർ സംബന്ധമായ പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. അങ്ങനെ സങ്കടങ്ങൾ വിളിച്ചു പറയുന്നവർ, ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ, ഇൻഷാ അല്ലാഹ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. അല്ലാഹു നമ്മുടെ സകല പ്രയാസങ്ങളും എല്ലാ ഇടങ്ങേറുകളും എല്ലാ ബുദ്ധിമുട്ടുകളും ബലാഹുകളും തീർത്ത് ജീവിതത്തിൽ വലിയ റാഹത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ജീവിതത്തിൽ വലിയ ബർക്കത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു റാഹത്തായ ഒരു മസ്കൻ, ഒരു ഭവനം അല്ലാഹു ഞങ്ങൾക്ക് നീ അടുപ്പിച്ച് നൽകണം. നീ അടുപ്പിച്ച് നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ വിലപ്പെട്ട സമയത്ത് ഞാൻ കവർന്നെടുക്കുന്നില്ല. നമുക്ക് അമലിലേക്ക് കടക്കാം. എന്താണ് അമൽ? നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വീടിൽ തടസ്സമുള്ള ആളുകൾ, വീട് സംബന്ധമായി ഭൂമി ഉണ്ട്, അതിൽ തറണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5-6 വർഷമായി അല്ലെങ്കിൽ 10 വർഷമായി തറട്ടിട്ട് അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ വാർപ്പ് കഴിഞ്ഞ് അവിടെ നിൽക്കുകയാണ്, അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയുന്നില്ല. മൂപ്പർക്കാണെങ്കിൽ അതിലേക്ക് അടുക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിൽ തർക്കമാണ്, ദേഷ്യമാണ്. മൂപ്പർ ആ കാര്യങ്ങൾ ചിന്തിക്കണേ ഇല്ല. ഭർത്താവിനെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന ആളുകൾ, അതിലേക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും തിരിഞ്ഞു നോക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ട് ആ ഭൂമിയിലേക്കൊന്ന് ചെല്ലാൻ പോലും പറ്റണില്ല, ആ ഭൂമിയിലേക്കൊന്ന് പോയി ചെല്ലാൻ പോലും പറ്റണില്ല എന്ന് പറയുന്ന സങ്കടം പറയുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർ ചെയ്യേണ്ടത് ഒരു അടി നീളത്തിൽ നമ്മളെ കൈപ്പത്തി തുടങ്ങി ഈ മുട്ടുവരെ ഇത്ര നീളം മതി, ഒരു 8 mm കമ്പി, ഒരു കമ്പി എടുക്കുക. വാർപ്പിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കമ്പി നീളത്തിലെടുക്കുക. എന്നിട്ട് അതിൻ്റെ തലഭാഗം എവിടെയാണ് നമ്മൾ കുത്താൻ ഉദ്ദേശിക്കുന്നത്, ഭൂമിയിലേക്ക് അടിച്ച് തറക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഭാഗത്ത് ഒരു 104 സൂറത്തുൽ ഫാത്തിഹ
മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ പേരിൽ. ഭൂമിയുടെ എവിടുന്ന ഓതേണ്ടത് നിങ്ങൾ? ഭൂമിയുടെ ആ ഭൂമിയിൽ ഇരുന്ന്, അത് ഉള്ളിന്നാവാം, വീടിൻ്റെ ഉള്ള ആരെങ്കിലും കാണും എന്നുള്ള പ്രയാസമുള്ള ആളുകളാണെങ്കിൽ ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഓതാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഓതുന്നതിന് പ്രയാസമില്ല, എന്നാൽ പുറത്തുനിന്ന് ഓതാം. എങ്ങനെ എടുത്തിട്ട് ആ കമ്പി വലത് കയ്യിൽ പിടിച്ചിട്ട് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ പേരിൽ 104 ഫാത്തിഹ ഓതാം. ഓരോ ഫാത്തിഹ ഓതിക്കഴിഞ്ഞതിന് ശേഷം കമ്പിയിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക തലഭാഗത്ത്. മനസ്സിലായോ? ഓരോ ഫാത്തിഹ ഓതിയതിനു ശേഷം കമ്പിയിൽ മന്ത്രിക്കുക. ഫാത്തിഹ ഓതാൻ അറിയാത്തവരുണ്ടാവില്ലല്ലോ. എന്നിട്ട് പടിഞ്ഞാറ് വശത്തുനിന്ന്, ഭൂമിയുടെ പടിഞ്ഞാറ് വശത്തുനിന്ന് ഭൂമി ഒന്ന് ചുറ്റുക 3 പ്രാവശ്യം. 1, 2, 3. മൂന്നാമത്തെ പ്രാവശ്യം ചുറ്റി ആ ഭാഗത്ത് എവിടുന്നാണ് നമ്മൾ തുടങ്ങിയത് ആ ഭാഗത്ത്, ആ ഭൂമിയുടെ ആ ഭാഗത്ത്, പടിഞ്ഞാറ് ഭാഗത്ത് ഈ കമ്പി എവിടേക്കാണ് ഇഷ്ഫി എന്ന് നമ്മൾ മന്ത്രിച്ച് ഊതിയ ആ ഭാഗം തായോട്ടാക്കിയിട്ട് അടിച്ചു താത്തുക. ആ ഭൂമിയിൽ അടിച്ചണ്ട് താത്തുക. എത്രയും പെട്ടെന്ന് ആ തടസ്സം മാറി. കണ്ണേറുണ്ടെങ്കിൽ ആ കണ്ണേറ് മാറും ഈ ഒരു അമല് കൊണ്ട്. പൈശാചികമായിട്ടുള്ള തടസ്സം ഉണ്ട് ആ ഭൂമിക്ക്, ആ തടസ്സം നീങ്ങും ഈ ഒരു അമല് കൊണ്ട്. എന്തെങ്കിലും പ്രാക്ക് തട്ടിയ ഭൂമിയാണ്, അത് നീങ്ങും ഈ ഒരു അമല് കൊണ്ട്. അല്ലെങ്കിൽ ശാപം തട്ടിയ ഭൂമിയാണ്, എന്നാലും ഈ അമല് കൊണ്ട് ആ ഒരു പ്രയാസം നീങ്ങി ആ കാര്യങ്ങളിലേക്ക് നമ്മൾ അടുക്കും. ഇത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യുക. ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ഇത് വലിയ ഫലമുള്ള മുജറബായിട്ടുള്ള അമലാണ്. എന്നിട്ട് നിങ്ങളെല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് തിരിക്കലൊക്കെ കഴിഞ്ഞ്, ആ വീട്ടിൽ കയറൽ കഴിഞ്ഞ്, വീട്ടിൽ കൂടൽ കഴിഞ്ഞ്, എന്നിട്ട് ആ കമ്പി അവിടുന്ന് എടുത്ത് പുഴയിലേക്കോ അല്ലെങ്കിൽ തോട്ടിലേക്കോ കൊണ്ടുപോയിട്ട് എറിയ. ഇങ്ങനെ ചെയ്താൽ ഫലം ഉറപ്പാണ്. ഫലം ഉറപ്പ് നൽകുന്ന അത്ഭുതകരമായിട്ടുള്ള അമൽ. രണ്ടാമത്തത്, ഒരു വീടാവാൻ ആഗ്രഹിക്കുന്നവർ, നമ്മൾ മുന്നേ നമ്മൾ ഈ അമൽ പറഞ്ഞിരുന്നു. ഇതിനോടുകൂടി ഞാൻ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. കാണാത്തവരുണ്ടെങ്കിൽ, അറിയാത്തവരുണ്ടെങ്കിൽ അവരൊന്ന് അറിഞ്ഞോട്ടെ എന്നുള്ള നിലക്ക് ഒരു വീടാവാൻ ആഗ്രഹിക്കുന്നവർ 4444 നാരിയത്തു സ്വലാത്ത്. ഞങ്ങൾ വാടക വീട്ടിലാണ്, കോട്ടേഴ്സിലാണ്, ഭൂമിയില്ല, ഒന്നുമില്ല, അതിനുള്ള സമ്പത്തോ ഒന്നും ഞങ്ങൾ കരുതിയിട്ടില്ല. എത്രയോ ആളുകൾക്കാണ് ഇത് ഫലം കണ്ട് തങ്ങളെ ഒരു വീടായി, റാഹത്തായി, ഒരു അമല് ചെയ്തിട്ട് റാഹത്തായ വീടായി. എത്രയോ എണ്ണി പറയാൻ എനിക്കറിയില്ല, അത്രയും ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഇത്രയും കാലയളവിൽ എന്നോട് അമല് ചെയ്ത് റിസൾട്ട് ലഭിച്ച കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അമല് ചെയ്തിട്ട് ഞാൻ വാടക വീട്ടിലായിരുന്നു, കോട്ടേഴ്സിലായിരുന്നു, ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്, ഇവിടുന്ന് ഞങ്ങൾ മയ്യത്തിറക്കുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. പ്രാഹത്തായൊരു വീടായി. സഹായം കൊണ്ട് ഞങ്ങളടുത്ത് ഉണ്ടായിട്ടല്ല, പല ആളുകളും സഹായിച്ചിട്ട് വീടായി. ചാരിറ്റി ആയിട്ടും മറ്റുള്ള ആളുകളായിട്ടും രാഷ്ട്രീയക്കാരായിട്ടുള്ള മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് സഹായിച്ച് ഞങ്ങൾക്കൊരു വീടായി. എത്രയോ ആളുകൾ പറയുന്നുണ്ട്. എന്താണ്? അവർക്ക് ഇതിൻ്റെ മാർഗം അള്ളാഹു തുറന്നിട്ട് കൊടുത്തു, അല്ലേ? അതിൻ്റെ മാർഗം അള്ളാഹു തുറന്നിട്ട് കൊടുത്തു. അത് തന്നെയാണ് ഈ അമല് കൊണ്ട് അവർക്ക് അത്ഭുതം ഉണ്ടാവാനുള്ള കാരണം. ഇവരിത് ചൊല്ലി പടച്ചോനോട് ചോദിച്ചു, അള്ളാഹു കൊടുത്തു. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 4444 നാരിയത്തു സ്വലാത്ത് ചൊല്ലുക. മെല്ലെ ചൊല്ലിയാൽ മതി. പിന്നെ എന്നും ഒരു 120 പ്രാവശ്യം എണ്ണം മനസ്സിലാക്കിക്കോ. 120 പ്രാവശ്യം ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലിയതാണ്, നമ്മൾ പറഞ്ഞ ദിക്റാണ്. അല്ലാഹുമ്മ റബ്ബൽ ബൈത്തി ബിഹഖിൽ ബൈത്തി വ അഹ്ലിൽ ബൈത്തി സഹ്ലി ലിൽ ബൈത്ത്. ഈ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് 120 പ്രാവശ്യം ചൊല്ലുക. ഒരു ദിവസം ചൊല്ലാൻ കഴിയുമല്ലോ. തഹജ്ജുദിന്റെ സമയത്ത് ചൊല്ലാം, ഇശാ മഗ്രിബിന്റെ ഇടയിൽ ചൊല്ലാം, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉറങ്ങി ഇശാഇന്റെ ശേഷം നിങ്ങൾക്ക് ഉറങ്ങാൻ നിൽക്കുന്നതിന് മുമ്പ് ചൊല്ലാം. മനസ്സിൽ കണ്ടുകൊണ്ട് ആത്മാർത്ഥമായിട്ട്. വീടില്ലാത്തവർ, ചോർന്നലിക്കുന്ന വീടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പൊളിച്ച് റാഹത്തായ നിലയിൽ പണിയണം. അതിനുള്ള സമ്പത്ത് എത്തണം. ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല, അതിനുള്ള സമ്പാദ്യം അള്ളാഹു ഞങ്ങൾക്ക് എത്തിച്ചു തരണം. പടച്ചോൻ എത്തിച്ചു തരണം. അള്ളാഹുവിൻ്റെ ഖജനാവ് വിശാലമാണ്, പടച്ച തമ്പുരാന്റെ ഖജനാവ് വിശാലമാണ്. അതിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് നൽകും. അല്ലാഹുമ്മ റബ്ബൽ ബൈത്തി ബിഹഖിൽ ബൈത്തി വ അഹ്ലിൽ ബൈത്തി സഹ്ലി ലിൽ ബൈത്ത്. ഈ ഒരു ദിക്ർ ഇൻഷാ 120 പ്രാവശ്യം ചൊല്ലുക. നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക. ഇനി വീടുള്ള ആളുകൾ, ഭൂമിയുള്ള ആളുകൾ, തടസ്സപ്പെടുന്ന ആളുകൾ
ഇൻഷാ അല്ലാഹ് ഈ ഒരു അമലും ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങളെ കാര്യങ്ങൾ വീണെന്ന സ്വപ്നം നിങ്ങൾക്ക് നിറവേറിക്കിട്ടും. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അതിന് അള്ളാഹു ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു അമലിനെ ഇത്രയും പ്രയാസപ്പെട്ട് ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നവർ ഈ ഒരു അമലിനെ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അതൊരു കാര്യം ഉണർത്താനുള്ളത്, നമ്മളെ 5:45 സുബഹിക്കാണ്, പ്രഭാത സമയത്താണ് നമ്മളെ മജ്‌ലിസ്. എല്ലാവരും പങ്കെടുക്കുക. ഈ ഒരു ചാനൽ തന്നെയാണ്. കുറേ ആളുകൾ പങ്കെടുക്കാൻ ഇനിയും നമ്മളെ മജ്‌ലിസിലേക്ക് കടന്നു വരേണ്ട ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കടന്നു വരിക. ദിക്ർ ചൊല്ലുന്ന, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന മജ്‌ലിസാണ്. എന്നും നമ്മൾ ചൊല്ലുന്നതാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അത് കാരണത്താൽ ഒരു ഖൈറായൊരു ഭവനം എത്രയും പെട്ടെന്ന് അള്ളാഹു അടുപ്പിച്ച് തരട്ടെ ഇൻഷാ അല്ലാഹ്.